നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് നല്ല അടിപൊളി മാങ്ങയാണ്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം ഇത് ചനച്ച മാങ്ങ, നല്ല മഞ്ഞ കളർ നോക്കി. ഇതാണല്ലോ പറിച്ച് വെച്ച് പഴിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിന്ന് പുഴു തിന്നു പോകും. ഇപ്പോൾ ഇന്നലെ കുറേ നേരത്തെ പഴുത്തിയപ്പോണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തോട്ടിയൊക്കെ കെട്ടി പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വലിയ ആക്രാന്തം മൂത്ത് എന്തായാലും കടിക്കാൻ തോന്നിയില്ല. കത്തി കൊണ്ട് ചെത്തി. സാധാരണ മാങ്ങ കിട്ടിയ പഴം വന്ന് കണ്ടാൽ ഞാൻ ഓടിപ്പോയി കടിച്ചാണ് കഴിക്കാറ്. ഇതെന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ട് കത്തി വെച്ച് മുറിച്ച് നോക്കിയപ്പോഴത്തേക്കും നിറയെ പുഴുവായിരുന്നു. അത് പറിച്ച് വെച്ച് തന്നെ പഴിപ്പിക്കണം, അല്ല അവിടെ നിന്ന് പഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് പുഴുക്കളായിരിക്കും. ഇനിയിപ്പം ഇതേട്ടോ ചെനച്ച മാങ്ങയാണ്. കളർ കണ്ടോ? അയ്യോ, വായിക്കൂടെ വെള്ളം വരുന്നു. കപ്പല ഓടിക്കാനുള്ള വെള്ളമായി. നല്ല പുളിയുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഉപ്പ് കൂട്ടി കഴിയുമ്പോഴത്തേനും ആ ഒരു പുളി ഇച്ചിരി കുറയും. ഇതിപ്പം എന്താണ്ടേ ഞങ്ങൾ അരിഞ്ഞ് മുളക് പൊടി പിന്നെ ഉപ്പൊക്കെ ഇട്ട്, മുളക് പൊടിക്കാണോ നല്ല എരിവുണ്ട്. എനിക്കാണെങ്കിൽ പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരിക. എന്താ ടേസ്റ്റ്! ഇത് അച്ചാറിടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി പുളി കൂടുതലാണ്, എന്നാലും നല്ല ടേസ്റ്റ്. ഇതിന് വേറെ പുളി ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് ഈ മാങ്ങയ്ക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പൊടിയുണ്ടല്ലോ, ഈ എന്താ പറയുക, നമ്മൾ ഈ കപ്പയൊക്കെ ഇല്ലേ, കപ്പയ്ക്കൊക്കെ ഒരു സൈസ് പൊടിയുണ്ടല്ലോ, അതുപോലെ ഒരു പൊടിയുണ്ട്. കപ്പ മാങ്ങയാണോ എന്നൊന്നും അറിയില്ല. അത്യാവശ്യം വലുതാവുന്ന മാങ്ങ. കണ്ടാൽ നല്ല, കാണാൻ നല്ല ലുക്കാണ്. നല്ല ഉരുണ്ട് നല്ല ഷേപ്പിനതിരിക്കുന്നത്. ചേട്ടനെടുത്ത് ടേസ്റ്റ് ചെയ്തു. അടിപൊളി അടിപൊളി. ആരും കൊതി വിട്ടേക്കരുത് കേട്ടോ. ഈ മാങ്ങയൊക്കെ അരിയുന്ന കാണുമ്പോഴേ നമ്മുടെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. പുളിയുള്ള എന്ത് സാധനമാണല്ലോ അങ്ങനെ തന്നെ. ഇതെല്ലാം കൊതി മൂത്ത് വട്ടം നിൽപ്പുണ്ട് കൈയിടാൻ വേണ്ടിയിട്ട്. അവൻ്റെ കൈയാണെങ്കിൽ തരിച്ചു വരികയാണ് ഒരു മാങ്ങ എടുക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് കൈ കണ്ടോ, ഒരു കുഞ്ഞ് കൈ മാങ്ങ മോഷ്ടിക്കാൻ വന്നു. ഇന്നത്തെ ആഹാരം ഇതാ. ഇനി ഇതും എടുത്തിട്ട് റൂമിൽ പോയിരുന്ന് കഴിക്കാം. ഇത് അവിടെ കുറേ എണ്ണങ്ങാളം വെയിറ്റിങ്ങിലാണ്. കൊതിയും വിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ കൊണ്ടുവയ്ക്കാം. അവിടെ എല്ലാം എടുത്ത് കഴിക്കാൻ ആക്രാന്തം മൂത്തേക്കുമ്പോഴാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അയ്യോ, ഒരു പീസ് താഴെ പോയല്ലോ.